ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലാണെന്ന്. ആ രീതിയിലാണോ ഫലം വന്നതെന്ന് ഇപ്പോൾ സംശയമുണ്ട്. എന്തായാലും UDF വലിയ മുൻകൈ, LDF വലിയ തിരിച്ചടി. ഇപ്പോൾ കഴിഞ്ഞ 5-6 തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന കാര്യം ഡേറ്റ അനലൈസ് ചെയ്താൽ സാറിന് മനസ്സിലാക്കാന്ന് പറഞ്ഞു. അത്തരത്തിൽ വിവരങ്ങൾ വരും കിട്ടിയോ? ഇതിൻ്റെ 1995 മുതൽ 6 തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നോക്കുക. ആ 6 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം എന്തായിരുന്നു, അതനുസരിച്ചിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നീങ്ങിയിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് കാണാം. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരാണോ ഭൂരിപക്ഷം നേടിയത് അവർ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയിരിക്കുന്നത്. അപ്പോൾ ആ വിവരങ്ങൾ പറഞ്ഞിട്ട് 6 തെരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ പറഞ്ഞിട്ട് ഇത് ഡാറ്റ അനാലിസിസ് അതിന്റെ വിദഗ്ധര് ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ അത് എങ്ങനെയാണ് 2026 വരിക എന്നുള്ളതിന്റെ സൂചനയും കൂടി കിട്ടും. കാരണം ഈ ബെൽ വെദർ എന്ന് ഈ തെരഞ്ഞെടുപ്പ് ശാസ്ത്രത്തിൽ പറയുന്നൊരു സംഭവമുണ്ട്. ബെൽ വെദർ, അതായത് BELVETHER എന്ന് പറയും. അത് ട്രെൻഡില്ലേ, ഭാവി സൂചന കിട്ടുന്ന മണ്ഡലങ്ങൾ ഉണ്ടാവും എല്ലാ സംസ്ഥാനത്തും. ബെൽ വെദർ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറയാറുണ്ട്. അവിടെ എങ്ങനെയാണോ സംഭവിക്കുന്നത് അതുപോലെയായിരിക്കും മറ്റ് സ്ഥലങ്ങളിലും സംഭവിക്കുക. അങ്ങനെ ഈ ബെൽ വെദർ എന്ന് പറയാവുന്ന ഒരു സ്ഥലം ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരായിരുന്നു എന്നും കാണാം. തൃശ്ശൂരിൽ സംഭവിച്ചതുപോലെയാണ് 2026 മറ്റ് സ്ഥലങ്ങളിലും സംഭവിക്കുക എന്നുള്ളതാണ് അതിന് ബെൽ വെദർ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ 1995 മുതൽ 6 തദ്ദേശ തെരഞ്ഞെടുപ്പും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും എങ്ങനെയാണെന്ന് ചുരുക്കി പറയാം. അതായത് ഈ 1995 അന്ന് ഇത്രയും പഞ്ചായത്ത് സീറ്റുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 1995 LDF 650 സീറ്റ്, UDF 450 സീറ്റ്. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ LDF 80 സീറ്റ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബലം പോലെ. 2000-2001 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് UDF 620 സീറ്റ്, LDF 470 സീറ്റ്. UDF ആണല്ലോ മുമ്പിൽ. അതെ. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 99 സീറ്റ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ തന്നെ. 2005-2006 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് LDF 720 സീറ്റ്, UDF 430 സീറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2006 LDF 98 സീറ്റ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെ പോലെ. 2010 LDF 500 സീറ്റ് പഞ്ചായത്തിൽ, UDF 590 സീറ്റ്. UDF ആണല്ലോ മുമ്പിൽ. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2011 UDF 72 സീറ്റ് ഭരണത്തിലേക്ക് എത്തുന്നു. അതുപോലെ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF 820 സീറ്റ്, UDF 360 സീറ്റ്. LDF ആണല്ലോ മുമ്പിൽ. 2016 തെരഞ്ഞെടുപ്പിൽ LDF 91 സീറ്റ്. 2020-21 LDF പഞ്ചായത്തിൽ 720 സീറ്റ്, UDF 440 സീറ്റ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 99 സീറ്റ്. ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഈ ഡാറ്റ മുഴുവൻ വിശകലനം ചെയ്യുകയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ദിശ വളരെ കൃത്യമാണ്. ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഓരോ വർഷവും എങ്ങനെ ഇത് സീറ്റുകളിലേക്കൊക്കെ പിന്നെ നമുക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഭാവി മേഖല ബെൽവെദറായിട്ട് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയാണ് ഇതിലൊക്കെ. അപ്പോൾ 1995, 2005, 2015 ഈ വർഷങ്ങളിലെല്ലാം തൃശ്ശൂർ ജില്ലയിലെ പഞ്ചായത്തുകൾ LDFിലേക്ക് ചാടി. അപ്പോൾ തുടർന്ന് 1996, 2006, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDF വന്നു. തൃശ്ശൂരിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അതുപോലെ 2000-2010 തൃശ്ശൂർ UDFിൻ്റെ കൂടെയായിരുന്നു തൃശ്ശൂർ ജില്ല.
2001, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF ജയിക്കുകയും ചെയ്തു. അപ്പൊ തൃശ്ശൂരിൽ എന്ത് സംഭവിക്കുന്നോ അതുപോലെ കേരളത്തിൽ സംഭവിക്കും. അതുകൊണ്ട് തൃശ്ശൂർ ഒരു ബെൽവെദർ മേഖല ആണ്, തൃശ്ശൂർ ജില്ല. അതാണ്. അപ്പൊ 2026 എന്ത് സംഭവിക്കും എന്നുള്ളതിലേക്ക് വരികയാണ്. നമ്മൾ ഈ ഡാറ്റ വെച്ചിട്ട് UDF വരാനുള്ള സാധ്യത 60 മുതൽ 70% വരെ ആണ് UDF വരാൻ സാധ്യത. LDF നിലനിർത്താനുള്ള സാധ്യത 25-35% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ സാധ്യത വളരെ കുറവാണ്. NDAയുടെ ഭരണ സാധ്യത എന്ന് പറയുന്നത് 10% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പോ മണ്ഡലങ്ങളിൽ പക്ഷേ 2026 പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ഫലത്തിനെ സ്വാധീനിക്കുന്നത് BJP ആയിരിക്കും. അത്രയും വളർന്നിട്ടുണ്ട് BJP. UDFന് അപ്പൊ എത്ര സീറ്റ് കിട്ടുന്നതാണല്ലോ, 75 മുതൽ 90 സീറ്റ് വരെ കിട്ടാം 140. LDFന് 50 മുതൽ 65 വരെ സീറ്റ് കിട്ടാം. NDAക്ക് BJPക്ക്, NDA എന്ന് പറഞ്ഞാൽ വലിയ കഥയൊന്നും ഇല്ലല്ലോ, BDJS ഇല്ല. വെള്ളാപ്പള്ളി ഇന്നലെ സംഭവിച്ച കാര്യമല്ലേ. അതിന് മുമ്പത്തെ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ആകെ 5 സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. NDAക്ക് 1 മുതൽ 5 വരെ സീറ്റ് കിട്ടാം നിയമസഭ. നന്നായിട്ട് പണിതാലാണ് കേട്ടോ 5. അപ്പോൾ ഈ ഡാറ്റയിൽ പിന്നെ പ്രോബബിലിറ്റി അനാലിസിസ് കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സാധ്യത. പ്രോബബിലിറ്റി അനാലിസിസ് കൂടി ചെയ്താൽ തരംഗമില്ലാത്ത ഒരു നിയമസഭ തെരഞ്ഞെടുപ്പ് ഫലമാകാനാണ് സാധ്യത. 2011 തെരഞ്ഞെടുപ്പ് ഫലം പോലെ UDF ജയിക്കും. UDFന് അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി അനാലിസിസ് കൂടി ചെയ്താൽ 75 മുതൽ 85 വരെ സീറ്റ് കിട്ടി ഭരണത്തിൽ വരും UDF. LDF 55-65 സീറ്റ്. NDAക്ക് അപ്പോൾ 1 മുതൽ 3 വരെ സീറ്റ് കിട്ടും. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വട്ടിയൂർക്കാവ് നിയമമാണല്ലോ വന്നിരിക്കുന്നത്. ഒരു സീറ്റും കൂടി എവിടെയോ കാത്തിരിക്കുന്നുണ്ട്. അപ്പോ ഇത് ഭരണവിരുദ്ധ വികാരം എന്നുള്ളതിനേക്കാളൊക്കെ ആളുകൾക്ക് മടുത്തു. അതാണ് ശരിക്കും അല്ലേ. ഒരു ഭരണം കൊണ്ടു നടക്കുന്ന ആളുകളിൽ നിന്ന് തിരിച്ചടി മാത്രം കിട്ടുന്നു, തിക്താനുഭവം കിട്ടുന്നു. അപ്പോൾ അവരൊരു അവസരം വന്നപ്പോൾ കൃത്യമായിട്ട് അവരുടെ അധികാരവും അവകാശവും അതാണ് ഈ വോട്ടവകാശമുള്ളവർ രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇനിയെങ്കിലും ഇത് കണ്ടുപഠിച്ചിട്ട് CPMന്റെ നിലപാടിലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നിലപാടിലോ മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? മാറ്റം വന്നാൽ എന്ത് സംഭവിക്കുന്നല്ലേ ചോദിക്കുന്നു. അതെ, നോക്കാം. 2001-2016 പോലെ UDF തരംഗ സാധ്യത 20 മുതൽ 25% വരെ ഉള്ളൂ. UDF തരംഗം വരാൻ. നന്നായി പണിതാൽ ആണ് BJPക്ക് 5 സീറ്റ് വരെ കിട്ടുന്നത്. അല്ലെങ്കിൽ അത് 3 സീറ്റിലേക്ക് ഒതുങ്ങും. UDFന് 85-95 വരെ നന്നായിട്ട് പണിതാൽ കിട്ടും. അപ്പോൾ LDF 40-55 സീറ്റിലേക്ക് ഒതുക്കാനും കഴിയും LDFന് നന്നായിട്ട് പണിതാൽ. പിന്നെ ആണ് സുനിജി ചോദിച്ചതിൻ്റെ അധികാരത്തിൽ തുടരാനുള്ള സാധ്യത എത്ര പണിതാലും 15 മുതൽ 20% വരെയുള്ളൂ. അത്രയും മടുത്തിരിക്കുന്നു. വല്ലാതെ UDF ഒലയണം. അതിൻ്റെ അകത്ത് അന്തഛിദ്രമൊക്കെ അങ്ങ് വല്ലാതെ മൂർധന്യത്തിലെത്തിയിട്ട് അതുപോലെയൊക്കെ ഉലഞ്ഞു കഴിഞ്ഞാൽ LDFന് 70-78 സീറ്റ്. അതായത് ഭയങ്കരമായിട്ട് കോൺഗ്രസ്, മുസ്ലിം ലീഗ് എല്ലാം കൂടി നാറണം. അങ്ങനെ നാറി അതിനൊക്കെ സാധ്യത വളരെ കുറവല്ലേ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ LDFന് 70-78 സീറ്റ് അപ്പോഴും കിട്ടാൻ സാധ്യതയുള്ളൂ. അതുപോലെ മടുത്തിരിക്കുക. UDF 58-68 എന്ന് പറയാൻ നെക്ക് ടു നെക്ക് എന്ന് പറഞ്ഞ പൊസിഷനെ അപ്പോഴും വരുള്ളൂ എന്ന് പറയാം. NDA അപ്പോഴും 3 മുതൽ 5 വരെ സീറ്റ്
NDA അതിലാണ് നിൽക്കുക. അപ്പൊ ഈ NDA ഇവിടെ വലിയ തോതിൽ വലിയ ആഴത്തിൽ വേരോട്ടം ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു അർത്ഥം കൂടി ഇതിനകത്തുണ്ടല്ലോ. സാധാരണ ഇതിൽ എല്ലാ മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകളിലെല്ലാം തന്നെ സാന്നിധ്യം അറിയിക്കാൻ അവർക്ക് സാധിച്ചു. കുറേ അധികം സീറ്റുകളിൽ ജയിക്കാത്ത പഞ്ചായത്തുകളിലൊക്കെ ജയിച്ചു വന്നു. എന്നതിനപ്പുറത്തേക്ക് ഒരു കൃത്യമായ വോട്ടിംഗ് പാറ്റേൺ ഒരു മേഖലയിൽ സൃഷ്ടിച്ചെടുക്കാൻ ഇപ്പോഴും BJPക്ക് സാധിച്ചിട്ടില്ല എന്നല്ലേ അർത്ഥം? അതാണ് കാരണം. അതിന് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്താനുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്, ജനപിന്തുണ ഒന്നും കഴിഞ്ഞിട്ടില്ല, അതിലേക്കൊന്നും എത്തിയിട്ടില്ല. ഒരു തരംഗം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചായുന്നതാവാം അല്ലെ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ വിജയിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. ആ മണ്ഡലങ്ങളെ പറ്റിയൊക്കെ ഇപ്പൊ ധാരണകളൊക്കെ ആയിട്ടുണ്ടല്ലോ. 11ഉം 9ഉം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടത്, ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ള 2ാം സ്ഥാനത്തൊക്കെ വന്നിട്ടുള്ള മണ്ഡലങ്ങളും ഒക്കെ ഉണ്ടല്ലോ, 1ഉം 2ഉം സ്ഥാനമൊക്കെ. അപ്പൊ അടുത്ത 2026 അല്ല, 2031 മറ്റേ ഒളിമ്പിക്സ് ഒക്കെ വരുന്ന കാലത്ത് ആ സമയത്തൊക്കെ അത്യാവശ്യം വേര് പിടിക്കാനുള്ള പണി നന്നായിട്ട് പണിയെടുക്കണം. എന്ന് പറഞ്ഞാൽ നന്നായി വിത്ത് വിതച്ച് അല്ലേ, കിളക്കണം. അതാണ് ആ കിളക്കല്. ചെറുതായിട്ടൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. ബേസ് വോട്ടും ഒക്കെ പോകുന്നുണ്ട്, LDFന്റെ ബേസ് വോട്ടും ഒക്കെ പോകുന്നുണ്ട്, പതറുന്നുണ്ട് പലയിടത്തും. പക്ഷെ അത് സ്ഥിരമായിട്ട് നിലനിർത്താൻ സാധിക്കും. അത് നിലനിർത്താവുന്ന, അത് എങ്ങനെയാണ് നിലനിർത്തുക? സാധാരണഗതിയിൽ ജനങ്ങളുടെ പൾസ് കണ്ടെത്തി, സ്പന്ദനം കണ്ടെത്തിയിട്ട് പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടാണല്ലോ ചെയ്യുന്നത്. അവരുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലണം. BJP അങ്ങനെ പ്രക്ഷോഭങ്ങൾ നടത്തി കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഈ ശബരിമലയിൽ തന്നെ BJP കാര്യമായ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ടോ? ഇല്ല, നടത്തിയിട്ടില്ല. ശരിക്കും അതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ജനമനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുമായിരുന്നു. ജനകീയ പ്രശ്നങ്ങൾ എടുത്തിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രക്ഷോഭങ്ങൾ നടത്തണ്ടേ? അതെ. ആ സംഭവത്തിലേക്ക് ഊന്നുമ്പോൾ മാത്രമേ BJP ഈ വലിയ വലിയ വിജയങ്ങൾ കൊയ്യാൻ സാധ്യതയുള്ളൂ എന്നാണ് ഡാറ്റ കാണിക്കുന്നത്. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABCക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.